ഗൈസ്, ഇന്ന് ഫെബ്രുവരി 28 നമ്മളിതാ നൈറ്റ് ഏകദേശം എത്ര മണിയായി? 11 മണിയായി. നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. നമുക്കവിടെ ലൈറ്റൊക്കെ ഓഫാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ആറ്റുകാൽ അമ്പലം വരെ. എനിക്ക് തോന്നുന്ന 12 മണി വരെയൊക്കെ ലൈറ്റ് ഓണായിരിക്കും. ഇന്നിപ്പോൾ ഫെബ്രുവരി 28, മാർച്ച് 3 പൊങ്കാല. പക്ഷേ ഇപ്പം തന്നെ മിക്ക സ്ഥലങ്ങളിലും അടുപ്പുകളൊക്കെ നിറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ വന്നും തുടങ്ങിയിട്ടുണ്ട്. പല പല സ്ഥലത്തു നിന്നും, തമിഴ്നാട്ടിൽ നിന്നും എല്ലാം ഒത്തിരി ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും അമ്പലത്തിൽ, ആറ്റുകാൽ അമ്പലം ചുറ്റുവട്ടത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം. കുറേ മോഷണങ്ങൾ നടക്കുന്ന സംഭവങ്ങളുണ്ട്. അതായത് ഈ നോർത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറേ പേര് ഇതിനു വേണ്ടി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെയൊക്കെ ഫോട്ടോ പോലീസുകാർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലെക്സ് പോലെ അടിച്ചിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ക്രിമിനൽസ് ആയിട്ടുള്ള. നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചോണം. കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വേറെ നല്ല വ്രതശുദ്ധിയോട് കൂടി പോയി എല്ലാവരും പൊങ്കാല ഇടുക. നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും നല്ലൊരു സംഭവമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് നമ്മുടെ ആറ്റുകാൽ അമ്പലത്തിനെ അറിയപ്പെടുന്നത്. ഹെൽമെറ്റിൻ്റെ വൈസർ താഴ്ത്തിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ബ്ലാക്ക് വൈസറാണ് യൂസ് ചെയ്യുന്നത്. വിസിബിലിറ്റി ചെറിയ കുഴപ്പമുണ്ട്. നമ്മളീ പോകുന്ന വഴിക്കെല്ലാം ഒത്തിരി ലൈറ്റ്സൊക്കെ കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ജംഗ്ഷനുകളിലും പൊങ്കാലകളുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഇവിടെ ഉത്സവങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതായത് ആറ്റുകാൽ അമ്പലത്തിൻ്റെ വിളക്ക് കെട്ടെന്ന് പറയുന്ന ഒരു ഘോഷയാത്രയാണ്. ഇത് നമ്മുടെ വീട്ടിൻ്റെ ഒരു ഏരിയയിലും വന്നിട്ട് പോയി. ഇത് ആറ്റുകാൽ അമ്പലത്തിൽ നിന്ന് വരുന്നതാണ്. എല്ലാ സ്ഥലത്തും വരും വിളക്ക് കെട്ട്. ട്രിവാൻഡ്രം മൊത്തം ഓണാണ്. നൈറ്റ് ടൈം ആണെങ്കിൽ പോലും ഉത്സവങ്ങളും ഒരു ബഹളമാണ്. ഇപ്പം നമ്മൾ കണ്ടത് ആറ്റുകാൽ അമ്പലത്തിലെ വിളക്ക് കെട്ട് ഘോഷയാത്രയാണ്. ഇത് ഉത്സവം എന്താ ഇവിടെയൊക്കെ ഉണ്ടോ? ഇവിടെ ചട്ടിയൊക്കെ വിൽക്കുന്നുണ്ട് ആൾക്കാർ. എല്ലായിടത്തും ചട്ടി വിൽപ്പന എല്ലാം തുടങ്ങിയിട്ടുണ്ട്. സോ ഈ വിളക്കെട്ട് ഘോഷയാത്ര നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് എല്ലാ സ്ഥലത്തും പോകുന്നതാണ്. അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അമ്പലത്തിൻ്റെ അവിടെ ഓണായിരിക്കും. ഫുൾ ആൾക്കാരും കടകളും ഒരു ബഹളമായിരിക്കും. അവിടെ സ്റ്റേജ് ഷോയും നടക്കുന്നുണ്ടാവാം. ഇന്ന് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു ഗൈസ്. ഭയങ്കര ഒരു മഴയായിരുന്നു. എപ്പോഴും പൊങ്കാല ടൈം ആകുമ്പോൾ ഒരു മഴ ഉണ്ടാവും. ആ ഒരു ടൈമാണ് റോഡ് ക്ലീൻ ആവുന്നത്. നമുക്കിന്ന് ഈ റൂട്ട് എടുത്ത് പോകാം. സോ നമ്മളീ പോയി കയറുന്ന വഴിയാണ് ട്രിവാൻഡ്രത്ത് ആ ഒരു വലിയ തിയേറ്റർ ഉള്ളത്. ഏരീസ് ഫ്ലെക്സ്, SL തിയേറ്റർ എന്നും പറയാം. അവിടുത്തെ Audi 1 ഇവിടുത്തെ ഏറ്റവും കിടിലം സ്ക്രീന്. ഭയങ്കര വലിയ സ്ക്രീനാണ് Audi 1. ഇതാണ് ഗൈസ് ആ തിയേറ്റർ, നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. ഞാൻ മസ്തിഷ്ക മരണം എന്ന് പറയുന്ന മൂവി പോയി കണ്ടായിരുന്നു. മൂവി പോയി എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു. മോഡേൺ സംഭവമാണ് കൺസെപ്റ്റ് എന്ന് വെച്ച് ഇത്രയും ഓവറാക്കണ്ടായിരുന്നു. ഒരു കഥയില്ലാത്തൊരു കഥയായിപ്പോയി.
ഇതാണ് ആസാദ് ഹോട്ടൽ, പഴയ ആസാദ് ഹോട്ടൽ. അവിടുത്തെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സൂപ്പറാണ് ഗൈസ്. ഇത് ഈസ്റ്റ് ഫോർട്ടാണ് സ്ഥലം. ഇവിടെയാണ് നമ്മുടെ ഗണപതി അമ്പലം ഉള്ളത്. ട്രിവാൻഡ്രത്തെ വലിയ ഗണപതി അമ്പലം നിങ്ങൾ ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ദോ അവിടെ. ഇതാണ് ഗൈസ് ഗണപതി അമ്പലം, ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ ഗണപതി അമ്പലം. ശബരിമലയിൽ നിന്ന് വരുന്നവരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. ഈവൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നവരെല്ലാം. ഗൈസ് ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റേ എടുക്കത്തുള്ളൂ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെ എത്താൻ, ബ്ലോക്ക് ഇല്ലെങ്കിൽ. പക്ഷെ നമ്മൾ മണക്കാട് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് വഴി കയറും. ആ റോഡാണ് കുറച്ചെങ്കിലും ബ്ലോക്ക് വരുന്നത്, കാരണം അത് അമ്പലത്തിൻ്റെ അകത്തോട്ട് പോകുന്ന മെയിൻ വഴിയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കിയതോ പത്മനാഭ സ്വാമി ക്ഷേത്രം കാണാം. സോ അമ്പലങ്ങളെല്ലാം അടുത്തടുത്താണ് ട്രിവാൻഡ്രത്ത്. നിങ്ങൾ ഈ ഈസ്റ്റ് ഫോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം ഒരു 3-4 അമ്പലങ്ങൾ അങ്ങ് കവർ ചെയ്യാൻ പറ്റും. ഇതാണ് ബുഹാരി ഹോട്ടൽ, എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇവിടെ നല്ല പുട്ടും മട്ടനൊക്കെ കിട്ടും ഗൈസ്. ഇത് മണക്കാട് എത്താറാവുന്നു. മണക്കാട് എന്ന് പറയുന്ന സ്ഥലം. ആ ലൈറ്റ് ഇട്ടിരുന്നത് പോലീസ് സ്റ്റേഷനാണ് ഗൈസ്. ഞാൻ വിചാരിച്ച എന്തോ ഉത്സവത്തിൻ്റെ എന്തോ ആണെന്ന്. ഗൈസ് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കുന്നതാണ് ആറ്റുകാൽ അമ്പലത്തിലോട്ട് പോകുന്ന വഴി. എന്തായാലും ഒന്ന് പോയി നോക്കാം. ചില സ്ഥലങ്ങളിൽ സ്പീക്കർ ഉള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ചിലപ്പം കേൾക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ജസ്റ്റ് കാണുക. ഇവിടെ ഫുൾ ലൈറ്റ് ഇട്ടേക്കുന്നുണ്ടോ? ലൈറ്റ് മാത്രമല്ല ഗൈസ്, ഇവിടെ ബ്ലോക്കും കാണുന്നുണ്ട്. കാറിൽ വന്നിരുന്നെങ്കിൽ പെട്ടേനെ. ഞാൻ അതാണ് കാർ എടുക്കാതെ തന്നെ വന്നത്. ബൈക്കാകുമ്പോൾ നമുക്കിങ്ങനെ കയറി ഒരുവിധം പോവാൻ പറ്റും. ഇവിടെ ഘോഷയാത്ര എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ആ ഗൈസ് ഘോഷയാത്ര നടക്കുന്നുണ്ട്. ഗൈസ് ഭയങ്കര സൗണ്ട് ആയിരിക്കും. എൻജോയ് ദ വിഷ്വൽസ്. ഗൈസ് കണ്ടായിരുന്നു അവിടെ മറ്റേ ബണ്ണിയൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്, അവിടെ ഫുൾ ബ്ലോക്കാണ് ഗൈസ്. നമ്മളെ ബൈക്ക് കയറി ചിലപ്പോൾ കടത്തി വിടുമായിരിക്കും, അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം നല്ല ബ്ലോക്കുണ്ട്. എനിക്കാണ് അമ്പലത്തിൻ്റെ അങ്ങ് ഒരു ബ്ലോക്കുണ്ട്. ഇവിടെ നിന്നൊരു ബ്ലോക്ക് ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് താഴെ എടുക്കത്തുള്ളൂ അമ്പലത്തിൻ്റെ നട വരെ നമ്മളെത്താൻ. നമുക്ക് തിരിച്ച് ഇതുവഴി പോകുന്നത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയത്തില്ല. മാത്രമല്ല നമുക്ക് വണ്ടി എവിടെയെങ്കിലും ഒതുക്കണ്ടേ. വണ്ടി എവിടെയെങ്കിലും സൈഡിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ
സെറ്റാണ്. കാറൊക്കെ കൊണ്ടുവന്ന പെട്ട്. കാറ് വരണമെങ്കിൽ നിങ്ങൾ കരമന വഴി കയറണം. ആണല്ലേ? ആ വിളക്കേട്ടല്ലേ? ആണല്ലേ? വിളക്കിട്ട് മൂവ് ആവണില്ല, അതാണ് കാര്യം എന്നാ ഈ പോലീസുകാർ പറയുന്നത്. ആ ശരി ശരി. നിങ്ങൾ ആ നേരെ കാണുന്ന 2 സംഭവങ്ങളുണ്ട്, അതാണ് വിളക്കേട്ട്. അത് ആൾക്കാരിങ്ങനെ തലയിൽ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. മാറി മാറിയാണ് ചുമക്കുന്നത്, നല്ല വെയിറ്റ് ആയിരിക്കും. ഇതാണ് സിറ്റിക്കകത്ത് പല സ്ഥലത്തൂടെ ട്രാവൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ ചിലപ്പോൾ ഇതായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടത് ആ ഏരിയയിലുള്ളതാണ്. ഇത് ആറ്റുകാൽ ഉത്സവത്തിൻ്റെ മെയിൻ ഒരു സംഭവമാണ് വിളക്കേട്ട് എന്ന് പറയുന്നത്. വിളക്കേട്ട് ഘോഷയാത്ര. നമ്മൾ അമ്പലം എത്താറായി. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ നടയിൽ പോകുന്ന ആ വഴിയാവും. 5 മിനിറ്റ് കൊണ്ടൊക്കെ എത്തേണ്ട റോഡായിരുന്നു. ബട്ട് ഉത്സവമല്ലേ, എന്തായാലും തിരക്ക് കാണും. ഇവിടുന്ന് റൈറ്റാണ് അമ്പലത്തിൽ പോകുന്ന വഴി. അത് പോകാൻ പറ്റുമോ എന്തോ. അമ്പലത്തിൽ പോകുന്ന മെയിൻ വഴി ക്ലോസ് ചെയ്തേക്കാണ് അവർ. വിളക്കിട്ട് കയറണം. നമുക്കിനി വേറെ റൂട്ട് നോക്കാം. ഇവിടെ എല്ലാം ആൾക്കാർ ബൈക്കൊക്കെ വെച്ചിട്ട് നടന്നു പോയേക്കുക. നമുക്ക് ഈ റൂട്ട് വഴി ചിലപ്പം അകത്തെവിടെയെങ്കിലും കയറാനുള്ള വഴി കാണും. ഇവിടെ ഒരു വഴി കാണിക്കുന്നുണ്ട്, പോകാൻ പറ്റുമോ എന്തോ. പോകാൻ പറ്റത്തില്ല, നമ്മൾ നേരെ പോകുന്നു. ഈ വണ്ടി വളരെ സൂക്ഷിച്ച് വേണം ഇവിടേക്ക് ഓടിക്കാൻ. ആൾക്കാരൊക്കെ ഒത്തിരി ഉള്ളതാണ്. അതുകൊണ്ട് വലിയ സ്പീഡൊന്നും എടുക്കാതെ പതുക്കെ ഇങ്ങനെ ഓടിച്ചോടിച്ച് പോവുക. ഒരു വഴിയുണ്ടെന്ന് തോന്നുന്നു. ഈ വഴിയൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഫ്രണ്ടിൽ പോകുന്ന സ്കൂട്ടർ വരെ കണ്ടതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ബെസ്റ്റ്, അവർക്കും വഴിയേറ്റി എനിക്കും വഴിയേറ്റി. ഇത് ആറ്റുകാൽ ദേവി ഹോസ്പിറ്റൽ ട്രസ്റ്റാണ്. ഏതോ ഹോസ്പിറ്റലിൻ്റെ അകത്തൂടെയൊക്കെ കയറി ഇറങ്ങി. നമ്മളെ ഫോളോ ചെയ്യാൻ വേറെ വണ്ടിക്കാർ പറ്റിച്ചല്ലേ ഗൈസ്, അറിഞ്ഞുകൂടെ വഴി. ഞാൻ ആ ഫ്രണ്ടിൽ പോയ സ്കൂട്ടറുകാരനെ വിശ്വസിച്ച് ചെയ്ത് വഴി കയറി. ഇവിടെ ഒരു ലെഫ്റ്റ് കാണുന്നുണ്ടല്ലോ, ഇത് പോവുമായിരിക്കുക. ഇതുവഴി പോകാൻ പറ്റും.
ഇവിടെയൊക്കെ മെയിൻ റോഡെല്ലാം ക്ലോസ് ചെയ്ത് വെക്കുക. ആൾക്കാരൊക്കെ നടന്നു വരുന്നത് കൊണ്ട് അമ്പലത്തിൽ നിന്ന് വരുന്നതായിരിക്കാം. ഇവിടെ ഫുൾ കുറേ കുഞ്ഞു കുഞ്ഞു റോഡുകളുണ്ട് ഗൈസ്. ഏതെങ്കിലുമൊക്കെ വഴി കയറിയാൽ നമുക്ക് എത്താൻ പറ്റും. ഇവിടുത്തെയൊക്കെ പാർക്കിംഗ് ഒക്കെ ഫുൾ. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് എന്തോ. കണ്ടിട്ട് ഇങ്ങോട്ടാണോ ചോദിച്ചോട്ടെ. ചേട്ടാ ആറ്റുകാലിൻ്റെ അമ്പലം നേരെ പോയാൽ മതിയോ? ഓ തരാം തരാം. ഇല്ല ഇല്ല കേറിയാ? ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? ഓ ഓക്കെ. ചേട്ടൻ എവിടെ ഇറങ്ങണം? ഓ ഞാൻ എവിടെ ഇറങ്ങാം കേട്ടോ. അങ്ങോട്ടാണ് കേട്ടോ അമ്പലം? ഓക്കെ ഓക്കെ. ആ ശരി. ഞാൻ ശരി ശരി. ഓക്കെ ഏട്ടാ. താങ്ക് യു ഏട്ടാ. താങ്ക്സ് ഏട്ടാ. വണ്ടി ഒതുക്കണം. ഒരു ചേട്ടൻ്റെ അടുത്ത് വഴി ചോദിച്ചതാണ്. പുള്ളിക്ക് ലിഫ്റ്റ് കൊടുക്കാനും പറ്റി വഴിയും കാണിച്ചെന്ന്. നമ്മൾ കാലടി റൂട്ട് വഴിയാണ് ഇവിടെ വന്നേക്കുന്നത്. കാലടി എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ബ്ലോക്ക് കേട്ടോ. അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റുന്നതൊക്കെ വെറും മോഹം മാത്രമായിട്ട് അവസാനിക്കുന്നു. എല്ലാ റൂട്ടിൽ നിന്നും ഘോഷയാത്ര ഉണ്ട്. അതുകൊണ്ട് ആ റൂട്ടിൽ നിന്ന് ഘോഷയാത്ര വരുന്നുണ്ട്. നമുക്ക് തൽക്കാലം നമ്മൾ വന്ന വഴിയിൽ നിന്ന് റൗണ്ട് അടിച്ച് തിരിച്ച് പോവാം. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അവിടുന്ന് ഒരു ഘോഷയാത്ര വരുന്നുണ്ട്. വണ്ടിയൊക്കെ അത്യാവശ്യം ദൂരെ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം നടന്നു പോവാൻ. നമ്മൾ വീണ്ടും ആ കാലടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ആറ്റുകാൽ അമ്പലത്തിൻ്റെ ആ റോഡ് മണക്കാട് റോഡിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ച് പോകുന്നതും. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ വഴി അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് വന്ന വഴി തന്നെ തിരിച്ച് പോവാം. കുറച്ച് കുട്ടികളൊക്കെ കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അവർക്ക് ടോയ്സ് മേടിച്ചു കൊടുക്കാഞ്ഞിട്ടായിരിക്കും വീട്ടുകാർ. ഇത് കാണുന്ന വീട്ടുകാരുടെ അടുത്താണ്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ടോയ്സൊക്കെ മേടിച്ചു കൊടുക്കണം അമ്പലത്തിലൊക്കെ വരുമ്പം. എനിക്ക് ചെറുപ്പത്തിലെ എൻ്റെ അമ്മയും കുഞ്ഞമ്മയൊക്കെ എനിക്ക് കൈ നിറയെ ടോയ്സ് മേടിച്ചു തരുമായിരുന്നു. ഇവിടെ ആറ്റുകാൽ അമ്പലം ഏത് അമ്പലത്തിൽ പോയാലും അതൊരു പ്രത്യേകതരം ഒരു ഹാപ്പിനെസ്സാണ് അത് കിട്ടുമ്പോൾ. അതുകൊണ്ട് ഇത് കാണുന്ന ഏതെങ്കിലും പാരൻസ് ഉണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കണം. അതൊന്നും മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറ്റത്തില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ മേടിച്ചെങ്കിലും കൊടുക്കണം അറ്റ്ലീസ്റ്റ്. ഇനിയിപ്പോൾ തിരക്കൊരുവിധം കുറയുമെന്ന് തോന്നുന്നു ഗൈസ്. പക്ഷെ അമ്പലത്തിൻ്റെ അവിടെ ഗാനമേളയും അങ്ങനെയുള്ള പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് തിരക്കുണ്ടാവും. മണി 11:56, 12 മണിയാവാറ്. എന്നിട്ടും
റോഡിലെ തിരക്ക് കണ്ടോ? ഇതാണ് ശരിക്കും നൈറ്റ് വൈബ് എന്ന് പറഞ്ഞാൽ, ഉത്സവ സീസണിലെ നൈറ്റ് വൈബ്. നിങ്ങൾ ഉത്സവം അല്ലാത്ത ടൈം ഇവിടെ വന്ന് നോക്കണം, ഈ ലൈറ്റ്സ് ഒന്നുമില്ല. ഈ സമയത്ത് ഈ റോഡിൽ ഇങ്ങനെ വണ്ടികളൊന്നുമില്ല, ഭയങ്കര ഡാർക്കായിട്ട് കിടക്കും. പണ്ട് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പം അമ്പലത്തിൻ്റെ നടയിൽ നിന്നും ഇട്ട് പല സ്ഥലത്തോട്ടായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അമ്പലത്തിൻ്റെ നടയിൽ നിന്ന് ഇടുന്ന്, പിന്നെ ബാക്കിയുള്ള ജംഗ്ഷനിൽ നിന്നൊക്കെ ഇടുന്നു. അങ്ങനെയാണ് ഇപ്പം നടക്കുന്നത്. അതായത് ട്രിവാൻഡ്രത്ത് എല്ലാ സ്ഥലത്തുനിന്നും പൊങ്കാല ഇടുന്നുണ്ട്. മറ്റേതൊരു ചെയിനായിരുന്നു, ഇങ്ങനെ പൊങ്കാല ഇട്ടിട്ടിട്ട് കണക്റ്റായി അതിൻ്റെ ഒരു എൻഡ് വരുമായിരുന്നു സിറ്റിക്കകത്ത് എവിടെയെങ്കിലും. അപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഓരോ സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, മെയിൻ ജംഗ്ഷൻസ് എന്നൊക്കെ. എൻ്റെ വീട്ടിൻ്റെ അടുത്ത ജംഗ്ഷനിൽ നിന്നും ഉണ്ട്. അവിടെ തന്നെ പിന്നെ ഫുഡ്, അന്നദാനം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് പൊങ്കാല ഇടാൻ വരുന്നവർക്കും എല്ലാം. നമ്മൾ ഓരോ റെസിഡൻസിലുള്ളവരാണ് സ്പോൺസർ ചെയ്യുന്നത്. പൊങ്കാല ഇടാൻ വന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടാതിരിക്കുക, ഫുഡ് കിട്ടാതിരിക്കുക, അങ്ങനെ ഒരു പരിപാടി ഇവിടെ. ആവശ്യത്തിൽ കൂടുതൽ ഫുഡും വെള്ളവും എന്താണെങ്കിലും ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കും എല്ലാവർക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരത്തില്ല. പിന്നെ വെയിൽ നോക്കിയിരിക്കണം, അത്യാവശ്യം വെയിൽ കാണും. വെയിലില്ലാത്ത അത്യാവശ്യം തണൽ കിട്ടുന്ന സ്ഥലത്തിരുന്ന് പൊങ്കാല ഇടാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തളർന്നു പോകും. വണ്ടി നല്ല ചൂടായി കത്തി നിൽക്കുക, ഇത്രയും സ്ലോയിൽ പിടിച്ച് പോകുന്നുണ്ട്. പിന്നെ 2 റേഡിയേറ്റർ ഫാനുണ്ട്, അതുകൊണ്ട് അത് ഫുൾ ടൈം ഓണായിരിക്കുക. കുഴപ്പമൊന്നുമില്ല, ചൂടൊന്നും അങ്ങനെ അറിയുന്നില്ല. പക്ഷെ നമുക്കറിയാമല്ലോ ചൂട് കാണുമെന്ന്. ഇതാണ് വിളക്ക് കെട്ട്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നോക്കി. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് ഗൈസ്. ഞാൻ ഈ ബ്ലോക്കിൽ നിന്ന് ഇറങ്ങട്ടെ. ഗായ്സ്, അങ്ങനെ ആറ്റുകാൽ പൊങ്കാല വൈബ്സ് കണ്ടല്ലോ എല്ലാവരും. നല്ല റഷാണ്. നിങ്ങൾ ബൈക്കിൽ വരുന്നതാണ് നല്ലത്, കാറിൽ വരുന്നേക്കാളും. ബൈക്കിലോ സ്കൂട്ടറിലോ വന്നിട്ട് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് നടന്നു പോവുക. അല്ലാതെ നമുക്ക് വണ്ടിയിൽ അമ്പലത്തിൻ്റെ നടയിൽ ചെന്ന് ഇറങ്ങുമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമേ അല്ല. ഇന്നിപ്പം ഫെബ്രുവരി 28, ഇനി മാർച്ച് ഒരു 2-ാം തീയതി വരെ ഭയങ്കര റഷായിരിക്കും. മാർച്ച് 3-ാം തീയതിയാണ് പൊങ്കാല. മാർച്ച് 2-ന് പിന്നെ ഈ മെയിൻ റോഡില്ല, നമ്മളിപ്പോൾ ഈ കാണുന്ന റോഡില്ലേ, ഇതുവരെ അവർ ക്ലോസ് ചെയ്തോളായി. അതുകൊണ്ട് എല്ലാവരും അതനുസരിച്ച് വേണം വരേണ്ടത്. നല്ല മനസ്സോടുകൂടി വന്ന് പൊങ്കാലയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് തിരിച്ചു പോകണം. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് വേണം കാണാം. സീ യു, ബൈ.